الحمد لله رب العالمين. الحمد لله الكريم الوهاب الرحيم التواب. وأشهد أن لا إله إلا الله وحده لا شريك له إليه الرجعى وإليه المآب. وأشهد أن محمدا عبده ورسوله بعثه الله تبارك وتعالى بشيرا بالثبات ونذيرا من العقاب. صلى الله عليه وعلى آله وأصحابه أولي النهى والألباب. أما بعد إخواني في الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال ومن يقنط من رحمة ربه إلا الضالون. വിശ്വാസികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതഅ്തും. ഉരുൾപൊട്ടൽ നടന്ന ആ ദുരന്ത ഭൂമുഖത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ക്യാമ്പുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന ഏതാനും ചിലർ ബാക്കിയുണ്ടല്ലോ. അവരോട് നമുക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നത്, ഒരിക്കലും അള്ളാഹുവിലുള്ള ശുഭാപ്തി വിശ്വാസം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഒരിക്കലും നിരാശപ്പെടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രം, അതിലൊക്കെ ഇത്തരം ദുരന്ത ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്കുള്ള ഒരുപാട് പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ മുൻകാലങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത് നോക്കൂ നിങ്ങൾ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ വആതൈനാഹു അഹ്ലഹു വമിത്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയാത്ത ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. 7000 ഒട്ടകങ്ങൾ, ചരിത്രം പറയുന്നു 10,000 ആടുകൾ. ആ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ മേയ്ക്കാനും നോക്കാനുമായി അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ, എണ്ണമറ്റ തൊഴിലാളികൾ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അതാ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെടുന്നു. എല്ലാം കൊള്ളയടിക്കപ്പെടുകയാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ വീടും നഷ്ടപ്പെടുകയാണ്. ആ വീട് നഷ്ടപ്പെട്ടുകൊണ്ട് കുപ്പത്തൊട്ടിയിൽ താമസിക്കേണ്ടി വന്നു അദ്ദേഹത്തിനും ഭാര്യയ്ക്കുമെന്ന് ചരിത്രം എഴുതി വെക്കുന്നു. സഹോദരന്മാരെ, ഭാര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ അകന്നുപോയി. ആ സമയത്ത് അദ്ദേഹത്തിന് രോഗവും പിടിപെടുകയാണ്. ഈ ഒരു ദുരന്തത്തെ പറ്റി ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്തരം ഒരു ദുരന്തം, ഒരു മുസീബത്ത് മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ബാധിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? നിരാശപ്പെടുകയല്ല, ആശയറ്റു പോകുന്നില്ല. മറിച്ച് നിരന്തരമായി 18 വർഷത്തോളം, ചരിത്രം പറയാണ്, 18 വർഷത്തോളം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ശുഭാപ്തി വിശ്വാസം അദ്ദേഹം കൈവടിയുന്നില്ല. നിരാശ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മെ അടിക്കടി ഓർമ്മിപ്പിക്കണ കാണാം പല സൂറകളിലും. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാം തൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയൽ ദുർ, പടച്ചവനെ എനിക്ക് കഷ്ടപ്പാട്, ദുരിതം അനുഭവിച്ചിട്ടുണ്ട് പടച്ചവനെ. വഅൻത അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ
റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും വലിയവനാണല്ലോ, കരുണ ചെയ്യുന്നവനാണല്ലോ നീ. ആ പ്രതീക്ഷ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടോ 18 വർഷക്കാലം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫസ്തജബ്നാ ലഹു, അദ്ദേഹം അകപ്പെട്ട ആ ദുരിതത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്, വീട് നഷ്ടപ്പെട്ടു പോവുകയാണ്, കൂട്ടുകാരൊക്കെ അകന്നു പോവുകയാണ്, ബന്ധുക്കളൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിപ്പോവുകയാണ്. അത്തരത്തിലുള്ള രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഫകശഫ്നാ മാ ബിഹി, അദ്ദേഹം അകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് അള്ളാഹു ആ ദുരന്തം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നീക്കിക്കൊടുത്തു. എന്നിട്ടോ വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മക്കളെയും കുടുംബത്തെയും അള്ളാഹു നൽകി. മാത്രമല്ല വമിസ്ലഹും മഅഹും, ആ നഷ്ടപ്പെട്ടവർ അത്രയും കൂടി അല്ലാഹു തആല നൽകി. റഹ്മത്തൻ മിൻ ഇൻദിനാ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, അല്ലാഹുവിങ്കിൽ നിന്നുള്ള, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യമായിട്ടാണ്. ആ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അത് നൽകിയത്. എന്നിട്ട് പറയാ വദിക്റാ ലിൽ ആബിദീൻ, ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് ഇതിൽ പാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഒരിക്കലും എന്ത് തന്നെ മുസീബത്ത് വന്നാലും മനുഷ്യന് സ്വഭാവമുണ്ട്. എന്ത് മുസീബത്ത് വന്നാലും അവനെ പിടികൂടുന്ന ഒരു രോഗമാണ് ഈ യഅ്സ് അഥവാ നിരാശ, ആശയറ്റിപ്പോകുക എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 11 ഒരു വീട്ടിൽ താമസിക്കുന്ന 11 ആളുകൾ, ഒരു ഭാര്യയും അയാളുടെ മക്കളും അയാളുടെ വാപ്പയും ഉമ്മയും സഹോദരിമാരും അടങ്ങുന്ന 11 കുടുംബം, എല്ലാവരും ആ മലംവെള്ളപ്പാച്ചിൽ മരിച്ചു പോകുകയാണ്. എന്നിട്ടോ അദ്ദേഹം ഗൾഫിൽ നിന്ന് വരികയാണ്. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെ തേങ്ങിക്കരയുകയാണ്, വിങ്ങിപ്പൊട്ടുകയാണ് ആ അവശിഷ്ടങ്ങൾ കണ്ടുകൊണ്ട്. മറ്റൊരാൾ അവശിഷ്ടങ്ങൾക്കിടയിൽ വിങ്ങിപ്പൊട്ടി അവിടെ കാല് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാ സഹോദരന്മാർ വരുന്നു? എനിക്കും അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിരാശ നമ്മെ ബാധിക്കും. ആ സമയത്ത് ആ നിരാശ ബാധിക്കരുത്. അള്ളാഹുവിലുള്ള ശുഭാപ്തി വിശ്വാസം നിങ്ങൾ കൈവടിയരുത്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത് നോക്കൂ നിങ്ങൾ. ഖാല, മക്കളൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടു, അവസാനം ബിന്യാമിനും നഷ്ടപ്പെട്ടു. ആ ബിന്യാമിനും യൂസുഫ് നബി അലൈഹി സ്വലാം നഷ്ടപ്പെട്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം നിരാശപ്പെടുകയല്ല, ആശയറ്റു പോകുകയല്ല, മറിച്ച് ഖാല ഇന്നമാ അശ്കൂ ബസീ വഹുദ്നീ ഇലല്ലാഹ്, ഞാൻ എൻ്റെ വേവലാദികളും ആവലാദികളും വ്യസനവും ദുഃഖവും ഒക്കെ ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. വഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, മക്കളെ നിങ്ങളിൽ നിന്ന് അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. യാ ബനിയ, അങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ, മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഒക്കെ പടച്ചോൻ മടക്കി തരുമെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല, മറിച്ച് മക്കളോട് പറയുന്നെന്താ? വീണ്ടും പുനരധിവാസത്തിനുള്ള പ്രയത്നം, അതാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് യാ ബനിയ, എൻ്റെ മക്കളെ ഇദ്ഹബൂ, നിങ്ങൾ പോയി നോക്കി, ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീ, യൂസുഫിനെയും ബിന്യാമിനെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. എന്നിട്ട് പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ. വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിൻ്റെ ആശ്വാസം വന്നെത്തുന്നതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് മക്കളെ. ഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികളായ ജനവിഭാഗത്തിന്റെ സ്വഭാവമാണ് നിരാശ ബാധിക്കുക എന്നത്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശ ബാധിക്കും. അപ്പോൾ ഒരു ചോദ്യം വരും, പരീക്ഷണങ്ങൾ എന്തിനാ പടച്ച തമ്പുരാൻ ഞങ്ങൾക്കിങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത്? സഹോദരന്മാരെ, പരീക്ഷണങ്ങൾ ഒരു ഹമ്പാണ്. എന്താ ഹമ്പിന്റെ പ്രത്യേകത? എന്തിനാ നമ്മളെ റോഡിലൊക്കെ ഹമ്പ് വന്നത്? അതൊരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു ഉത്ബോധനമാണ്. എങ്ങനെ? ഇതുവരെ വന്ന സ്പീഡിൽ നിങ്ങൾ പോകരുത്, വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. ഒരാളെ കുറയ്ക്കാതെ പോയാൽ ആ വണ്ടി മറിയും, അയിലുള്ള ആ വണ്ടിയിൽ അകത്തുള്ള എല്ലാവരും ഒരു പക്ഷേ മരിച്ചേക്കാം, മറ്റുള്ളവരും മരിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് കുറയ്ക്കണം.
മുന്നിൽ എന്തുണ്ട്? ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, നഴ്സറി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, നടക്കാൻ പറ്റാത്ത പ്രായമായ ആളുകളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കുന്നുണ്ട്. അത് സൂക്ഷിച്ചു വേണം നിങ്ങൾ പോകണം. അതിനൊന്നും ഒരു അലംഭാവത്തോടു കൂടി, അതിനൊന്നും വലിയ മൈൻഡ് ചെയ്യാതെ, ഈ ഇൻസാറുകളോട് താക്കീതുകളോട് മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ സ്വാഭാവികമായി അപകടമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും മുസീബത്തുകളെ കൊണ്ടും കൊടും കാറ്റുകൊണ്ടും അങ്ങനെ ഭൂമി കുലുക്കം കൊണ്ടും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഉത്ബോധനം ചെയ്യും. ആ ഉത്ബോധനത്തിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാനാണ്. ആ പാഠം അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്, വബലൗനാകും ബിൽ ഹസനാതി വസ്സയ്യാതി ലഅല്ലകും യർജിഊൻ. തിന്മ കൊണ്ട് മാത്രമല്ല അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്, നന്മ കൊണ്ടും പരീക്ഷിക്കും. ആലോചിക്കൂ, നന്മകൾ തന്നുകൊണ്ട് പരീക്ഷിക്കും. അപ്പൊ ആ നന്മകളിലുള്ള പരീക്ഷണവും തിന്മയിലുള്ള പരീക്ഷണവും എന്താ? നമുക്കൊരു ഉത്ബോധനമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി വരാൻ, ഒന്ന് റബ്ബിലേക്ക് കേണപേക്ഷിക്കാൻ. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായി, ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അപ്പം നമ്മുടെ നിലപാട് എന്തിനാ? അപ്പം എനിക്ക് കുറേ അനുഗ്രഹം നൽകിയത്. നമ്മളിങ്ങനെ വിചാരിക്കും, ഞാൻ അപ്പം നല്ല 2 തട്ടിലെ വീട്ടിൽ സുഖസുന്ദരമായി, ഞാനും എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് രാത്രി ഇങ്ങനെ ഏമ്പക്കെട്ട് ഇങ്ങനെ ഉറങ്ങുക, നമുക്കൊന്നും ബാധിച്ചില്ലല്ലോ. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ആ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ, അവർക്ക് ലഭിക്കാൻ പോകുന്നത് വിശ്വാസമുണ്ടെങ്കിൽ ഷഹീദിന്റെ കൂലിയാണ്. അവർ സ്വർഗത്തിലേക്ക് നമ്മെ മുമ്പേ കടന്നുപോയി. ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള ഈ വീട്, ഈ ശമ്പളം, ഈ സാലറി, അതേപോലെ ഈ ആരോഗ്യം, അതേപോലെ നമ്മുടെ ചുറ്റുപാട്, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകിയത് റബ്ബ് നമ്മെ പരീക്ഷിക്കുവാനാണ്. അതാണല്ലോ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ പിന്നെ ബിൽക്കീസ് രാജ്ഞിയുടെ പിന്നെ അറച്ച് കൊണ്ടുവന്നപ്പോൾ, ആരാണ് കൊണ്ടുവരാന്ന് ചോദിച്ചപ്പോൾ, ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ അഥവാ നേതാവ് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ സദസ്സിലേക്ക് ഞാൻ ആ ബിൽക്കീസിന്റെ പിന്നെ കൊട്ടാരം അറച്ച് ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അറച്ച് കൊണ്ടുവരും എന്ന് അല്ലേ? കണ്ണിമ വെട്ടുന്ന സമയത്തിന് മുമ്പ്, കണ്ണ് തുറന്ന് പൂട്ടുന്നതിന് മുമ്പ് അദ്ദേഹം കാണുന്നത് അതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ആ സമ്പത്തുള്ള ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ സുലൈമാൻ നബി പറയുന്നത് ഇതെന്റെ കഴിവാണെന്നല്ല, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അശ്കുറു അം അക്ഫർ, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, അതല്ല ഞാൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകിയിട്ടുള്ളത് എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ജീവിതത്തിൽ പല ഹമ്പുകൾ, ഈ കൊല്ലം കണ്ടില്ല നിങ്ങൾ, ഇരുമ്പ് പൂയി പിടിച്ച ഇരുമ്പ് തീയിലിട്ടാട്ട് അടിച്ച് അതിനങ്ങോട്ട് ക്ലിയറാക്കും. ആ ക്ലിയറാക്കുമ്പോൾ ആ ആയുധം, ആ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവും, നല്ല മൂർച്ച. ഇതേപോലെ മരണത്തിന് മുമ്പ് വിശ്വാസികളായ ആളുകളെ പല വിധത്തിലുള്ള ഒരു പരീക്ഷണങ്ങളിലേക്ക് അടിച്ചടിച്ച് അവനെ അല്ലാഹു തആല അങ്ങോട്ട് ക്ലിയറാക്കും. ആ എന്തിനാണത്? ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമുക്കൊരു പിന്നെന്താണ്, ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് പാലിക്കാഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇദാ ഉൽഖൂ ഫീഹാ സമീഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ആ നരകത്തിലേക്ക് നരകവാസികളായ കാഫിറുകളായ അവിശ്വാസികളായ ആളുകളെ കൊണ്ടുപോയി തള്ളുമ്പോൾ ആ നരകത്തിന്റെ ഗർജനം, അതിങ്ങനെ തിളച്ചു മറിയുന്ന ഗർജനം അവർ കേൾക്കും. തകാദു തമയ്യദു മിനൽ ഗൈദ്, ആ നരകം കോപത്താൽ ഇങ്ങനെ ഇളകി മറിയാറാകും. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ആ നരകത്തിലേക്ക് ഓരോ വിഭാഗത്തെയും കൊണ്ടുപോയി തള്ളുമ്പോൾ സഅലഹും ഖദനതുഹാ, ആ നരകത്തിന്റെ കാവൽക്കാരായ ആളുകൾ നരകവാസികളോട് ചോദിക്കും, അലം യഅതികും നദീർ, അലം യഅതികും നദീർ. ഇങ്ങനെ ഒരു മുന്നറിയിപ്പുകാരൻ, ഇങ്ങനെ ഒരു ഉത്ബോധനം ചെയ്യുന്ന ആള്, ഒരു താക്കീത് ചെയ്യുന്ന ആള്, ഒരു വാണിംഗ് ചെയ്യുന്ന ആള് നിങ്ങൾക്ക് വന്നില്ലേന് കൂട്ടരെ? അപ്പൊ അവരുടെ മറുപടി എന്താ? ബലാ ഖദ് ജാഅനാ നദീർ, അതെ ഞങ്ങൾക്കൊരു താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു. ഫകദ്ദബ്നാ, ഞങ്ങൾ അവരെയൊക്കെ തള്ളിക്കളഞ്ഞു.
നിഷേധിച്ചു കളഞ്ഞു. വകുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഇങ്ങനെ ഒരു ഖുർആനുമില്ല, ഇങ്ങനെ ഒരു സുന്നത്തുമില്ല, ഇങ്ങനെ ഒരു ദൈവവുമില്ല, ഇങ്ങനെ ഒരു പരലോകവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളി. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. ഈ നരകവും സ്വർഗവും ദൈവത്തെ പറ്റിയൊക്കെ പറയുന്ന ആളുകൾ വളരെ വഴിപിഴച്ച ആളുകളാണ്, ബുദ്ധിയില്ലാത്തവരാണെന്ന് ഞങ്ങൾ പറഞ്ഞു പോയി. വഖാലൂ, അപ്പൊ അവര് പറയും, ലൗ കുന്നാ നസ്മഉ, ലൗ കുന്നാ നസ്മഉ. ഈ താക്കീതുകളും ഈ മുന്നറിയിപ്പുകളും താക്കീതുകളും ഉത്ബോധനങ്ങളും ഞങ്ങൾ കാതുകൊടുത്ത് കേട്ടിരുന്നെങ്കിൽ, ഔനാക്കിലു, ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിയാളുന്ന നരകവാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ല എന്ന് അവിടെ വെച്ച് ഈ സത്യനിഷേധികളായ യുക്തിവാദികളായ ആളുകൾ അവിടെ വെച്ച് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ മുൻകൂട്ടി പഠിക്കും. അതുകൊണ്ട് സഹോദരന്മാര്, ദുനിയാവിലുണ്ടാവും കുറെ മുന്നറിയിപ്പുകൾ. ഇതേപോലുള്ള ഭൂമികുലുക്കവും ദുരന്തങ്ങളും മലവെള്ളപ്പാച്ചിലും ഭൂമിയിലേക്ക് ആണ്ടുപോവലും ഒക്കെ അള്ളാഹുവിന്റെ വാണിംഗാണ്. ഓരോ ഇൻസാറാത്തുകളാണ്, ഓരോ തെക്കീറാത്തുകളാണ്. അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. ആ പാഠം ഉൾക്കൊള്ളെങ്കിൽ നാം തീരാ നഷ്ടത്തിലാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. ഈ പാഠം ഉൾക്കൊള്ളാത്തതാണ്, അതിനൊക്കെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം സഹോദരന്മാർ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ താക്കീതുകൾ ജീവിതത്തിൽ പകർത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ആരോഗ്യവും നമ്മുടെ ഈ പണവും നമ്മുടെ ഈ വമ്മാടും കൊട്ടാരവും കണ്ടിട്ട് നമുക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കണ്ട. നിങ്ങൾ കേട്ട ഒരു സംഭവമാണ്, കെവിൻ കാർട്ടൻ എന്ന ഫോട്ടോഗ്രാഫർ ആഫ്രിക്കൻ കുഗ്രാമത്തിലൂടെ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവാൻ. അവിടെയുള്ള ഒരു കൊച്ചുകുട്ടി കാലില്ലായി, അത് ഇഴഞ്ഞിങ്ങനെ നീങ്ങാം. പട്ടിണി കൊണ്ട് ഒരു നേരത്തെ കുബൂസ് പോലും അതിന് ലഭിക്കുന്നില്ല. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫർ ഇത് കണ്ട് അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു കഴുകൻ ആ കുട്ടിയെ റാഞ്ചാൻ വേണ്ടി ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ അത് എന്ത് ചെയ്തു, അത് ഫോട്ടോ എടുത്ത് അയാൾ ഷെയർ ചെയ്തു. ധാരാളം മില്യക്കണക്കിന് ലൈക്ക് കിട്ടി. എല്ലാ നാട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോക്ക് എന്ത് ചെയ്തു, ആളുകൾ പ്രശംസിച്ചു പറഞ്ഞു, ഉപഹാരം നൽകി. മില്യൺ കണക്കിന് കാശിൻ്റെ ഉടമയായി. 3 വർഷം കൊണ്ട് ഇയാൾ മില്യണറായി മാറുകയാണ്. അങ്ങനെ അയാൾ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്കൂളിലെ സദസ്സിൽ വെച്ച് സംസാരിക്കും. ഒരു പെൺകുട്ടിയുടെ ചോദ്യം, അല്ല, ഈ കുട്ടിയെ റാഞ്ചാൻ വരുന്ന ഒരു കഴുകനെയാണോ നിങ്ങൾ കണ്ടത്? അങ്ങേപ്പുറത്ത് മറ്റൊരു കഴുകനില്ലായിരുന്നു, ആ കഴുകനെ നിങ്ങൾ കണ്ടില്ലേ? അയാൾ ചോദിച്ചു, ആരായിരുന്നു ആ കഴുകൻ? ആരായിരുന്നു ആ കഴുകൻ? ആ കഴുകനാണ് നിങ്ങൾ. എന്തേ? വിശന്നൊട്ടിയ ആ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവാതെ ഈ ഫോട്ടോ എടുത്ത് കാശുണ്ടാക്കാനാണ് നിങ്ങളാണ് ഏറ്റവും വലിയ കഴുകൻ. ഇയാൾ ചിന്താകുലനായി. വിഷാദ രോഗം, 3 മാസം അയാൾ വിഷാദ രോഗിയായി. അവസാനം അയാൾ ആത്മഹത്യ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. നമ്മുടെ ഈ സമ്പത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ ആഫിയത്ത്, ഈ പണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും, പെട്ടെന്ന് വരും. അതിൽ നമ്മളെ ഒരിക്കലും ഏത് സമയത്തും പരീക്ഷണങ്ങൾ വരും നമുക്ക്. അതുകൊണ്ട് എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാഫാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളുടെ ഒരു സഹോദരൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഫൈഹാജമ്മയിലുണ്ടായിരുന്ന അസീസ്ക കുളിക്കൽ എന്ന് പറയുന്ന അയാളുടെ മാതാവ് മരിച്ചിട്ടുണ്ട്. നമ്മുടെ സാലി സുബൈർ, പ്രബോധകനായ സാലി സുബൈറിൻ്റെ വല്യമ്മയും കൂടിയാണ്, ഭാര്യ മാതാവും കൂടിയാണ് ആ വനിത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു ഇതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഒരാൾ ഹജ്ജിന് പിന്നെ മരിച്ച വാപ്പയെ പിന്നെ ദഫൻ ചെയ്ത് ഒക്കെ വന്ന് കബറടക്കി വന്ന് തിരിച്ച് കുവൈത്തിലേക്ക് വരുമ്പോൾ അയാളും പിന്നെ വഴിയിൽ വെച്ച് ആക്സിഡൻ്റായി മരണം. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പിതാവിനുമൊക്കെ
ഇങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.